നമസ്കാരം. 31 വർഷത്തെ ചരിത്രമുള്ള അമ്മയിൽ തലപ്പത്ത് ആദ്യമായിട്ടാണ് ഒരു വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. നടി ശ്വേതാ മേനോനാണ് അമ്മയുടെ പുതിയ പ്രസിഡന്റ്. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും ഉണ്ണി ശിവപാൽ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ ദേവനെ പരാജയപ്പെടുത്തിയാണ് വിജയം നേടിയത്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനത്തിൽ ഉൾപ്പെടെ വലിയ ഇടിവ് സംഭവിച്ചു. ആകെ 504 അംഗങ്ങളിൽ 298 പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ ഇത് 300-ലധികം പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. 58% ഇത്തവണത്തെ വോട്ടിംഗ്. കഴിഞ്ഞ തവണ ഇത് 70% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും മത്സരിച്ചപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കായിരുന്നു കുക്കു പരമേശ്വരനും രവീന്ദ്രനും തമ്മിൽ മത്സരിച്ചത്. രവീന്ദ്രനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കുക്കു വിജയിച്ചിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജെയിൻ തേർത്തേല, നാസർ ലത്തീഫ്, ലക്ഷ്മി പ്രിയ എന്നിവരും ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാലും അനൂപ് ചന്ദ്രനും മത്സരിക്കുകയായിരുന്നു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും കാരണമാണ് മുൻ പ്രസിഡന്റ് മോഹൻലാൽ സ്ഥാനം ഒഴിഞ്ഞത്. ഇതിനെ തുടർന്നാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. തെരഞ്ഞെടുപ്പ് വലിയ വിവാദങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും വഴിവെക്കുന്ന കാഴ്ചയും ജനങ്ങൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പിൽ അമ്മയുടെ തലപ്പത്തെത്തുന്ന ആദ്യ വനിത എന്ന ചരിത്ര നേട്ടം ശ്വേതാ മേനോൻ അങ്ങനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. 11-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 13 പേരാണ് മത്സരിച്ചിരുന്നത്. ഇതിൽ 4 സീറ്റ് വനിതാ സംവരണമാണ്, 7 ജനറൽ സീറ്റുകളും. കൈലാഷ്, സിജോയ് വർഗീസ്, റോണി ഡേവിഡ്, ടെനി ടോം, സന്തോഷ് കീഴാറ്റൂർ, വിനു മോഹൻ, നന്ദു പൊതുവാൾ, ജോയി മാത്യു, നീന കുറപ്പ്, സജിത ബേട്ടി, സരയു മോഹൻ, ആശ അരവിന്ദ്, അഞ്ജലി നായർ എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചിരുന്നത്. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കൊച്ചി മാരിയറ്റ് ഹോട്ടലിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 233 വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ സംഘടനയിലെ 507 അംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത്. ചെന്നൈയിലായതിനാൽ മമ്മൂട്ടി വോട്ട് ചെയ്യാനെത്തിയില്ല. മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരടക്കമുള്ള പ്രമുഖർ വോട്ട് ചെയ്തു. 13 പേരാണ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തുടക്കത്തിൽ പത്രിക നൽകിയിരുന്നത്. പിന്നീട് ബാബുരാജ് അടക്കം 12 പേര് മത്സരത്തിൽ നിന്ന് പിൻവാങ്ങി. ഏറ്റവും കൂടുതൽ ആളുകൾ മത്സരരംഗത്തെത്തുകയും പിൻവലിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്തവണത്തേത്. ജഗദീഷ് പിന്മാറിയതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും അവശേഷിക്കുകയായിരുന്നു. അമ്മയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ചേരിതിരിഞ്ഞ് താരങ്ങൾ പ്രത്യാരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. മെമ്മറി കാർഡ് വിഷയത്തിൽ പൊന്നമ്മ ബാബു, ഉഷ ഹസീന, പ്രിയങ്ക എന്നിവർ കുക്കു പരമേശ്വരനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഇതിന് മറുപടി എന്നോണം മാലാ പർവ്വതി അടക്കമുള്ള നടിമാർ പരസ്യ പ്രതികരണം നടത്തുകയും ചെയ്തു. ഇത്തരത്തിൽ പരസ്യമായ ആരോപണങ്ങളിലേക്ക് കടന്നതോടുകൂടിയായിരുന്നു വരണാധികാരിയുടെ ഇടപെടൽ. ശ്വേതയ്ക്കെതിരായ കേസിലും താരങ്ങൾ പരസ്യ പ്രതികരണം നടത്തിയിരുന്നു. ഇത്തരത്തിൽ നിരവധി സംഭവ വികാസങ്ങൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്നിരുന്നു. ഇതിനിടെ ശ്വേതാ മേനോനെതിരായ എഫ്ഐആറും ഹൈക്കോടതി സ്റ്റേ ചെയ്തു. തുടർ നടപടികൾ പൂർണ്ണമായി തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവായിരുന്നു ജസ്റ്റിസ് വി ജി അരുൺ പുറത്തിറക്കിയത്. കേസിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇപ്പോൾ നടത്താനില്ലെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. CJM കോടതിയുടെ നടപടിയെ വിമർശിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് പുറത്തിറക്കിയത്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്നതിന് മുമ്പ് എടുക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. തനിക്കെതിരായ നടപടി വസ്തുതകൾ പരിശോധിക്കാതെയാണെന്നും ശ്വേത സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞിരുന്നു. രാജ്യത്ത് സെൻസർ ചെയ്ത ചിത്രങ്ങളിലാണ് അഭിനയിച്ചത്. അതിന് പുരസ്കാരങ്ങളടക്കം ലഭിച്ചിരുന്നു. നിയമവിരുദ്ധമായി താനൊന്നും ചെയ്തിട്ടില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി സിനിമയിൽ അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചെന്ന പരാതിയിലാണ് നടി ശ്വേതാ മേനോന്റെ പേരിൽ പോലീസ് കേസെടുത്തത്. അങ്ങനെ നിരവധി ആരോപണങ്ങളും വിമർശനങ്ങളും ഉൾപ്പെടെ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ഉൾപ്പെടെ നേരിടേണ്ടി വന്നിരുന്നു. എന്തായാലും ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും കഴമ്പില്ലെന്ന് തെളിയിക്കുന്നതാണ് ശ്വേതയുടെയും കുക്കുവിൻ്റെയും വിജയം.